ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്ന് നമുക്ക് ഒരു വളരെ ഈസി ആയിട്ടും വളരെ ക്വിക്കായിട്ടും ചെയ്യാൻ പറ്റുന്നതായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ചീസി സലാമി ഓംലെറ്റ്. ഞാനിവിടെ ഒരു 3 എഗ്സ് എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വലുപ്പം അനുസരിച്ച് അത് 3ഓ 4ഓ ആയാലും കുഴപ്പമില്ല. ഫസ്റ്റിൽ നമുക്ക് ഇത് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അതിലേക്ക് ആവശ്യാനുസരണമുള്ളതായ അല്പം സോൾട്ട് ചേർക്കുക. അത് അവരവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്യുക. അപ്പം ഞാൻ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അല്പം സോൾട്ട് ചേർത്ത് ഇത് മാറ്റി വെക്കുക. ഇനി അടുത്തത് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ സലാമി ഒരു തവ അടുപ്പത്ത് വെച്ച ശേഷം ഒരു സ്വല്പം ഒരു അര ടീസ്പൂൺ ബട്ടർ മതി. ജസ്റ്റ് ഒന്ന് തവയിലൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഞാനൊരു 3 പീസ് സലാമി എടുത്തിട്ടുണ്ട്. അത് 3-4 ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ഒരു അര സെക്കൻഡ് വൺ സൈഡ്, അത് കഴിഞ്ഞ് ഫ്ലിപ്പ് ചെയ്ത് അര സെക്കൻഡ്. ഒത്തിരി കുക്കാക്കണ്ട, ഓൾറെഡി ഇത് കുക്ക്ഡ് ആണല്ലോ. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി. കൂടുതലിട്ട് ഓവർ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്ക് എടുത്തു മാറ്റാം. നമുക്ക് ഈ സലാമി ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ബാക്കിയൂടെ റിപ്പീറ്റ് ചെയ്യുക. ഈ സലാമി എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തു. അത് നമുക്ക് വേറൊരു ഒരു ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളതായ ടൊമാറ്റോ ചോപ്പ് ചെയ്ത്, ഒരു ചെറിയ അനിയനും ചോപ്പ് ചെയ്തത്. ഇത് ടൊമാറ്റോ ഇഷ്ടമുള്ളവർക്ക് അത് മാത്രമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ടൊമാറ്റോ ഇഷ്ടമുള്ള അനിയൻ, അത് യുവർ ചോയ്സ്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാരറ്റോ എന്തോ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ച് ബ്രൊക്കോളി എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുക. ഞാൻ ഫുൾ എടുത്തില്ല, ഒരു ചെറിയ അനിയൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഒരു തവ എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് ബട്ടർ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഈ ബീറ്റ് ചെയ്തിട്ടുള്ളതായ എഗ്ഗ് ഒഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. നമുക്ക് ഇത് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്കാക്കുക. അപ്പോൾ ഇത് 1 മിനിറ്റായി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ ചോപ്പ് ചെയ്തിട്ടുള്ളതായ ഇത് വൺ സൈഡിൽ ഫിൽ ചെയ്യുക. ഇതേപോലെ വൺ സൈഡിൽ ഇത് ഫില്ലാക്കുക. അതിനുശേഷം അല്പം പെപ്പർ പൗഡർ, അതിനുശേഷം ഈ പാഴ്സ്ലി ലീഫ് അല്ലെ ഓറിഗാനോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെ മിക്സഡ് ഹെർബ്സ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. അതിനുശേഷം ചീസ്, അത് ഏത് ചീസാണ് നിങ്ങളുടെ കയ്യിൽ, അമൂലോ ഹെറിറ്റേജോ എന്താണെന്ന് വെച്ചാൽ അത് എടുക്കുക. ഇതുപോലെ ഒരു 3 ചീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ.
അത് ഇതുപോലെ ഇതിൻ്റെ അതർ സൈഡിൽ കീപ്പ് ചെയ്യാം. എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് ഫ്ലിപ്പ് ചെയ്ത് ഈ സൈഡിലോട്ട് വെക്കുക. അങ്ങനെ നമ്മുടെ ചീസി സലാമി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ഈ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, വളരെ ഈസിയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ഇത് ട്രൈ ഔട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. I will be back soon.